പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവസഭയിൽ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ സ്നേഹിതനും നിങ്ങളുടെ പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ ബിനോജ് എബ്രഹാം ഫാമിലി ക്ക് വന്ദനം ചൊല്ലുന്നു. അതുപോലെ എൻ്റെ സ്നേഹിതനായ ജോഷുവ ചായൻ്റെ മകൾ ക്രിസ്റ്റി അനീഷ് കുടുംബത്തെ വന്ദനം ചൊല്ലുന്നു. ICPF-ൽ ഞാൻ മലബാറിൽ പ്രവർത്തിച്ച സമയത്ത് പ്രിയ വിനീത് അദ്ദേഹവുമായി ഇവിടെ വന്നപ്പോൾ മുഖപരിചയത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എൻ്റെ ഒരു ബന്ധുവിൻ്റെ മദറിൻലോയാണ് ഡോക്ടർ ലീല. അതുപോലെ എൻ്റെ സ്പിരിച്വൽ സണ്ണിൻ്റെ സ്നേഹിതനാണ് അലക്സ് ബദറാൻ കുടുംബം. അങ്ങനെ ഈ കാർമേൽ ഗോസ്പൽ അസംബ്ലിയിലെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന അതിൽ പങ്കെടുക്കുവാൻ ഇവിടെയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഓൺലൈനായിട്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന സഹോദരീ സഹോദരന്മാർ അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ചേർത്തല സെൻറ്ററിൻ്റെ ചുമതലയിലായിട്ട് ഏകദേശം 11ാമത്തെ വർഷമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചിട്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാം. നമ്മൾ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി നമുക്കറിയാം. യേശുവിനെക്കുറിച്ച് അറിയാത്ത ധാരാളം സ്ഥലങ്ങൾ നോർത്ത് ഇന്ത്യയിലുണ്ട്. എന്ന് പറഞ്ഞ പോലെ കേരളത്തിലും ചില നോർത്ത് ഇന്ത്യയുണ്ട്, പ്രത്യേകിച്ച് മലബാർ പ്രദേശം. പിന്നെ ഞാനിപ്പോൾ സെർവ് ചെയ്യുന്ന ചേർത്തല ഏകദേശം 6 ലക്ഷം ജനങ്ങൾ പാർക്കുന്ന ആലപ്പുഴ ജില്ലയുടെ വടക്കേ താലൂക്കാണ്, വടക്കേ അറ്റത്തുള്ള താലൂക്കാണ് ചേർത്തല താലൂക്ക്. അവിടെ 6 ലക്ഷത്തിലധികം ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്ന ആളുകൾ ഭൂരിപക്ഷവും ലത്തീൻ കത്തോലിക്കരാണ്, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ടവരാണ്. എന്നാൽ അവിടെ സെൻറ്ററിൻ്റെ ചുമതല എന്നെ ഏൽപ്പിക്കുമ്പോൾ 2-3 ചെറിയ പ്രവർത്തനമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലിപ്പോൾ 10-ലധികം പ്രവർത്തനം ഭവനങ്ങളിലായി ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രദേശത്തെ പ്രവർത്തനത്തിൽ 10-15 ദൈവദാസന്മാർ സജീവമായി എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളിലെ അനുഗ്രഹത്തിനായി അവിടെയൊക്കെ സഭകളുണ്ടാകുവാൻ, സ്ഥലം മേടിക്കുവാൻ, സഭകളുണ്ടാകുവാനൊക്കെ ദൈവമക്കൾ വളരെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ദൈവമക്കളും ഇങ്ങനെ ഞങ്ങളെ സഹായിച്ച അവിടുത്തെ പ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ സഹായിക്കുന്നതിലൊരു അഭ്യുദയകാംക്ഷിയാണ് നമ്മുടെ പ്രിയ ജോഷുവ ചായൻ. എവിടെല്ലാം ഏതെല്ലാം സാഹചര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അവിടെ ചർച്ചിലൊക്കെ വിളിച്ചും ഒക്കെ ഞങ്ങളെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞാനത് സംസാരിച്ചതാണ്. ഈ ആഴ്ചയിലും 1-ാം തീയതി, മാർച്ച് 1-ാം തീയതി ഞങ്ങളുടെ ചേർത്തലയിൽ തൈക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ദൈവദാസന്മാരെയും ദൈവമക്കളെയും എല്ലാം കൂട്ടിവരുത്തി IPC ഹെബ്രോൺ സഭയിലെ കുമ്പനാട് IPC ഹെബ്രോൺ സഭയിലെ ചില പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ സഭാവിശ്വാസികളെയൊക്കെ കാണുവാനും ദൈവമക്കൾക്ക് ചെറിയ സഹായമൊക്കെ ആയിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു നല്ല ഡെവലപ്പായ ഒരു സെൻറ്ററായി അത് മാറണം. അതിന് ദൈവമക്കളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. കർത്താവിനദാസനാമുഖമായി ഓർമ്മപ്പെടുത്തിയതുപോലെ എൻ്റെ മൂത്ത മകൻ നെഹമ്യാവ് കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതി അവനെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു എന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ. നിങ്ങളുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ ഹൃദയംഗമായ നന്ദി നിങ്ങളെ അറിയിക്കുന്നു. സുവിശേഷ വേലയ്ക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പൈതലായിരുന്നു എൻ്റെ മൂത്ത മകൻ നെഹമ്യ. അവനൊരു ബിൽഡറായിരുന്നു.
അവനായിരുന്നു പ്രവർത്തനത്തിനൊക്കെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവന് കിട്ടുന്ന നന്മയുടെ ഒരു നല്ല പാർട്ട് അവിടുത്തെ വേലയ്ക്ക് വേണ്ടി തരുന്നൊരു പൈതലായിരുന്നു. അപ്പം അതുപോലെ തന്നെ ജെറമ്യ ഇവിടെ പഠിക്കാനായിട്ട് വന്നു, ഇപ്പോൾ ജോലിയിലായിരിക്കുന്നു. ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഡെവലപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കർത്താവിൻ്റെ വേലയുടെ വിഷയത്തിൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. സെപ്റ്റംബർ 25 നെഹമ്യ ഈ ദേശത്തേക്ക് കടന്നു വരുവാനും ആഗ്രഹിച്ച് ടിക്കറ്റൊക്കെ എടുത്തിരിക്കുമ്പോഴാണ് ഈ പ്രയാസം നേരിട്ടത്. വീണ്ടും നമുക്ക് കാണാമെന്നുള്ളൊരു പ്രത്യാശയുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒന്ന് പറഞ്ഞ എല്ലാവരും, മരിച്ചാലും ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് തന്ന പ്രത്യാശയുടെ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്ത് കടന്നു വരുവാൻ കർത്താവ് ചില ആഴ്ചകൾക്ക് മുമ്പ് ഇടയാക്കി. നിങ്ങളുടെ മധ്യയിൽ വരുവാൻ ഇങ്ങനെ ഒരു അവസരം നിങ്ങളെല്ലാവരും എനിക്ക് ഒരുക്കി തന്നതോർത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. ഈ നല്ല സഭയിൽ, ഈ വലിയൊരു സഭയിൽ വന്ന് പങ്കെടുക്കുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനോജ് എബ്രഹാം, അദ്ദേഹവും ഞങ്ങളെല്ലാം ഒരു നാട്ടുകാരാണ്. ഞാൻ ആലപ്പുഴയിൽ താമസിക്കുന്നുവെങ്കിലും തിരുവല്ലായ്ക്കടുത്ത് കുറ്റൂർ തെങ്ങേലി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഭവനം. ആരംഭകാലത്ത് പെന്തക്കോസിൻ്റെ ആരംഭകാലത്ത് പൂവത്തൂര് തെങ്ങേരി ഒക്കെ ഒരു ഉണർവ് നടന്ന സ്ഥലമാണ്. എന്നാൽ ഇപ്പോൾ ആ ഉണർവെല്ലാം തെങ്ങേരിയിൽ നിന്ന് മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. കാരണം സമുദായത്തിൽ നിന്ന് ആദ്യമായി ഒരു അച്ഛൻ വിശ്വാസത്തിലേക്ക് വന്നത് തെങ്ങേരിയിൽ നിന്നാണ്. അതുകൊണ്ട് തെങ്ങേരി അച്ഛൻ എന്ന പേരിൽ ആ അച്ഛനെ അറിയപ്പെടുമായിരുന്നു. പഴയ ആളുകൾക്കെല്ലാം അതറിയാം. ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹം സ്നാനപ്പെടുത്തി ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്ന ഒരച്ഛനാണ്. ആ കാലത്ത് വലിയ ഉണർവായിരുന്നു തെങ്ങേരിയിൽ നടന്നത്. അത്രയും ഭാവം പറഞ്ഞ് ഞാനതങ്ങ് വിടുകയാണ്. നമുക്ക് എൻ്റെ ഭാര്യ റൂബി, എൻ്റെ ഡോക്ടറിലോ പ്രിയ അനു, എബ്രഹാം, അവരൊക്കെ ഇവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 1-2 വാക്യം വായിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. മതി 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 നമുക്കൊരു വാക്കൂടെ പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ പിതാവേ, വിലയേറിയ നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്തൃ ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. ഞങ്ങൾ കടന്നു വന്ന നിമിഷം മുതൽ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ നിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുന്നു. നിൻ്റെ വചനത്തിലൂടെ നിൻ്റെ ജനത്തെയെല്ലാം അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, നിൻ്റെ വചനം വെറുതെ പുറപ്പെടുന്നില്ലല്ലോ, അതതിൻ്റെ പ്രവൃത്തി ചെയ്തേ മടങ്ങി വരത്തുള്ളല്ലോ. കർത്താവെ, ഈ വചന ശുശ്രൂഷയുടെ നടുവിൽ എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനമയച്ച് കർത്താവെ, നീ അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അടിയങ്ങളെല്ലാവരെയും നീ ഒരുപോലെ സഹായിച്ചാട്ട്, മഹത്വം എടുത്താട്ട്, വരവിനായി ഞങ്ങളെ ഒരുക്കിയാട്ട്. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ വായിച്ച വേദഭാഗം യോബിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം താൻ പ്രസ്താവിച്ചിരിക്കുകയാണ്. ദൈവമേ, നിനക്ക് സകലതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശങ്ങൾ ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ അറിവ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടായാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തിത്തരും. എന്തുവാ? ദൈവമേ, നിനക്ക് സകലതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ യോബിന് ഈ അറിവുണ്ടായിരുന്നത് കൊണ്ടാണ് തൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, തൻ്റെ മൃഗസമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, തൻ്റെ സ്നേഹിതന്മാർ നഷ്ടപ്പെട്ടു. ചുരുക്കം പറഞ്ഞാൽ ഉള്ളതെല്ലാം എന്തു ചെയ്തു? തനിക്ക് നഷ്ടപ്പെട്ടു. ആ താഴ്വരയിൽ കൂടി താൻ കടന്നു പോകുമ്പോഴും തൻ്റെ ഉള്ളത്തിൽ ഈ ശബ്ദം മന്ത്രിച്ചുകൊണ്ടിരുന്നു. എന്തുവാ? ദൈവമേ, നിനക്ക് സകലതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും
അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഈ അറിവ് നമ്മൾ പ്രാപിച്ചു പോയാൽ നമ്മുടെ ജീവിതം, ക്രിസ്ത്യ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. ഈ അറിവാണ് നമ്മളെ നിലനിർത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ അറിവാണ് ഇയ്യോബിൻ്റെ പിൽക്കാലത്തെ ദൈവവൻ്റെ മുൻകാലത്തേക്കാൾ എന്ത് ചെയ്തത്? ഏറ്റവും അധികമായി അനുഗ്രഹിപ്പാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം തനിക്ക് നഷ്ടമായോ അതിനെല്ലാം ദൈവം എന്ത് ചെയ്തു? ഇരട്ടിയായി ഇയ്യോബിന് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ മീഖാ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവിടെ ഒരു വേദഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മീഖാ 2-ന്റെ 19-ാം വാക്യം, 2-ന്റെ 13-ാം വാക്യം. അവിടെ ഇങ്ങനെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. അവൻ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യുന്നു. അവരുടെ രാജാവ് അവർക്ക് മുമ്പായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ എല്ലാം തകർത്ത് തരുവാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ പ്രതിസന്ധിയെ ദൈവം എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു. അപ്പം നമ്മുടെ കർത്താവിൻ്റെ മറ്റൊരു പേരാണ് എല്ലാം തകർക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നിങ്ങളുടെ മുമ്പിൽ പിശാച് ഉയർത്തി വെച്ചിരിക്കുന്ന എരിഹോ മതിൽ പോലുള്ളതായിരിക്കുന്ന മതിലുകളെ ദൈവത്തിൽ ആശ്രയിച്ച് ആരാധിക്കുന്ന ദൈവവൈതലിൻ്റെ മുമ്പിൽ അതെന്ത് ചെയ്യും? അത് തകർക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതെല്ലാം തകർത്ത് നിൻ്റെ പാളയത്തിലൂടെ ദൈവം കടന്ന് നമ്മെ അനുഗ്രഹിച്ച് നമ്മെ രക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അത് നിൻ്റെ രാജാവ് നിൻ്റെ നിൻ്റെ മുമ്പായി നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ യഹോവ നിനക്ക് മുമ്പായി നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ രാജാവ് നിന്നോട് കൂടെയുണ്ട്. യഹോവ എല്ലാത്തിലും നിന്നെ രക്ഷിച്ച് യഹോവ അവരുടെ തലയ്ക്കലും നടക്കുന്നു. നമ്മുടെ തലയ്ക്കൽ നമ്മുടെ കർത്താവ് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രതിസന്ധികളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കി നമ്മെ വിജയശ്രീലാളിതരായി മുന്നോട്ട് നയിക്കുവാൻ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മുടെ തലയ്ക്കൽ നടക്കുക. അപ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? നമ്മുടെ രക്ഷിതാവായ ദൈവം, നമ്മുടെ രാജാവായ ദൈവം നമ്മുടെ മുമ്പിൽ കൂടെ നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ തലയ്ക്കൽ നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഹല്ലേലൂയ, നിൻ്റെ നീതി എൻ്റെ മുമ്പായും നിൻ്റെ മഹത്വം എൻ്റെ പിൻപടയായും നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവങ്ങൾ നടക്കുമ്പോൾ ഓർത്തോണം, നമ്മുടെ മുമ്പിൽ എന്തോ നടക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ നീതി നടക്കുക. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ നീതി നടന്നു പോവുകയാണ്. നമ്മുടെ പിമ്പിലോട്ട് നോക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ പിൻപിൽ നമ്മെ അനുധാവനം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി ക്രിസ്തുവേശുവിൽ ഓരോ ദിവസവും നമ്മെ ജയോത്സവമായി നടത്തുവാൻ കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് യെശയ്യാപ്രവചനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 43-ാം അധ്യായം, ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ 11-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതൊരു രക്ഷിതാവുമില്ല. ഒന്ന് പറഞ്ഞേ, ഞാനല്ലാതൊരു രക്ഷിതാവുമില്ല. രക്ഷിതാവ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, നമ്മെ സകലത്തിലും രക്ഷിക്കുന്നവൻ. നമ്മെ സകലത്തിലും രക്ഷിക്കുന്നവനാണ് രക്ഷിതാവ്. അവർക്ക് ആ പേര് സ്വീകരിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ പേരാ ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതൊരു രക്ഷിതാവ് നിനക്ക് ഇല്ല. ഈ രക്ഷിതാവിനെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നല്ലോ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ ദൈവമക്കളെ. നമുക്ക് ടെൻഷനൊന്നുമില്ലാതെ ജീവിപ്പാൻ പറ്റുന്നുണ്ടല്ലോ. ഹല്ലേലൂയ.
ആശങ്കയില്ലാതെ ഓരോ ദിവസവും നമുക്ക് ജീവിപ്പാൻ ദൈവം തരുന്ന ഭാഗ്യം എത്ര വലുതാണ്. കാരണം എന്താണ്? ഈ രക്ഷിതാവ് നമ്മുടെ കൂടെയുണ്ട്. ഈ രക്ഷിതാവ് നമ്മെ കരം പിടിച്ച് നടത്തുക. ഹല്ലേലൂയ. അവൻ നമുക്ക് മുൻപടയായി പിൻപടയായി നമ്മുടെ പ്രതികൂലങ്ങളെ തകർത്ത് നമ്മുടെ മുന്നിൽ പോകുന്ന ദൈവമാണ്. അതിന് 13-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അനന്യൻ തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? ഞാൻ പ്രവർത്തിക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. വിട്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കേണ്ടത് അതിനെല്ലാം ദൈവം പ്രവർത്തിച്ചിരിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഞാൻ പ്രവർത്തിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ആരാണത് തടയാനായിട്ട് വരുന്നത്? ഒരു മനുഷ്യനും തടയാൻ സാധ്യമല്ല. ഈ രാജ്യത്തെ രാജാവിന് പോലും തടയാൻ സാധ്യമല്ല. ഹല്ലേലൂയ. കാരണം സകല രാജാക്കന്മാരുടെ ഹൃദയം നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിരിക്കുന്നു. അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ എന്ത് ചെയ്യുക? നമ്മുടെ കർത്താവ് ഹല്ലേലൂയ തിരിക്കുക. ഹല്ലേലൂയ. അവിടെ ദൈവമക്കളെ വിശ്വസിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പല ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾക്കെല്ലാം ദൈവം എന്തു ചെയ്യും? ദൈവം പ്രവർത്തിക്കും. ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവ് നിങ്ങൾക്കില്ല. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ സേവിയർ. ഹല്ലേലൂയ. നമ്മുടെ രക്ഷിതാവ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മളെ സകലത്തിൽ നിന്നും രക്ഷിപ്പാൻ പ്രാപ്തനായ ദൈവം. ഹല്ലേലൂയ. അതയ്യോ പറഞ്ഞത്, നിനക്ക് സകലതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും ഒന്ന് പറഞ്ഞേ അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നിനക്ക് സകലതും കഴിയും. നിങ്ങൾക്കൊരു വലിയ ജോലി തരുവാൻ ഈ ദൈവത്തിന് കഴിയും. നിങ്ങൾക്ക് നല്ല വീട് തരുവാൻ ഈ ദൈവത്തിന് കഴിയും. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ചെയ്തു തരുവാൻ ആർക്ക് കഴിയും? നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ ഇന്നും അനന്യൻ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മുടെ പിതാക്കന്മാരെ ദൈവം എത്ര അത്ഭുതകരമായി മരുഭൂമിയിൽ നടത്തി. ചെങ്കടലിനെ വറ്റിച്ച് ദൈവം എന്തു ചെയ്തു? നമ്മുടെ പിതാക്കന്മാരെ അക്കരെ കടത്തി. ആ പ്രവൃത്തി ദൈവം ഇന്നും ചെയ്യുവാൻ മതിയായവനെന്ന ആ വാക്കിൻ്റെ അർത്ഥം. ഞാൻ ഇന്നും അനന്യൻ. ഹല്ലേലൂയ. ഞാൻ പ്രവർത്തിച്ചാൽ അത് തടയുവാൻ ആർക്കും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക. ദൈവമക്കളെ, ഈ സഭായോഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമ്മുടെ എല്ലാ കൂട്ടായ്മയിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിടുതലിനെ അയക്കുന്നുണ്ട്. ആ പ്രതീക്ഷയോടെ വേണം നമ്മൾ ഇവിടെ ഇരിക്കാൻ. ഇന്ന് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു നന്മ ചെയ്യും. ഇന്ന് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഇന്ന് എൻ്റെ ദൈവം ഈ സഭായോ ആശീർവാദം പറയുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ വിഷയത്തിന് ദൈവം എന്തു ചെയ്യും? ദൈവം മറുപടി തരും. ഹല്ലേലൂയ. നമുക്ക് അന്നായി അറിയാം. അന്ന ദൈവസന്നിധിയിൽ വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അന്നയ്ക്ക് ബോധ്യമായി ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. അവളവിടെ പറയുന്നുണ്ട്, 1-ാം അധ്യായം 18-ാം വാക്യം, തൃക്കണ്ണിന് എന്നോട് എന്ത് ചെയ്തു? എന്നോട് കൃപ തോന്നി. അതോടെ ദൈവമക്കൾ അത് പറഞ്ഞേച്ചാൽ മതി. ഇന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരിക. ദൈവത്തിൻ്റെ തൃക്കണ്ണിന് എന്നോട് കൃപ തോന്നി. സ്ത്രീ അവളുടെ വഴിക്ക് പോയി. പിന്നെ അവളുടെ മുഖം എന്ത് ചെയ്തില്ല? എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ. അവിടെ മുഖം വാടിയില്ല. ദൈവമക്കളുടെ മുഖം ഒരിക്കലും വാടരുത്. ദൈവമക്കളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മളല്ലാതെ പിന്നെ ആരാ പുഞ്ചിരിക്കേണ്ടത്? നമ്മളല്ലാതെ ആരാ പുഞ്ചിരിക്കേണ്ടത്? നമ്മൾ പുഞ്ചിരിച്ച് നടന്നാൽ തന്നെ ജനം രക്ഷിക്കപ്പെടും കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ മുഖത്തെ ആ സന്തോഷം, ടെൻഷനില്ലാതെ ജീവിക്കുന്ന ആ ജീവിതം കാണുമ്പോൾ തന്നെ നമ്മുടെ കൂടെ കൂട്ടായ്മയ്ക്ക് വരാൻ ചിലർക്ക് തോന്നും. ഇതിനെല്ലാം ഉദാഹരണമുണ്ട്. അങ്ങോട്ടൊക്കെ ഞാൻ പോയാൽ ഇന്ന് എൻ്റെ സമയത്ത് ഇത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ മുഖത്ത് ദൈവത്തിൻ്റെ സ്തോത്രം. കാർമേഘം പോലെ നമ്മളായിരിക്കരുത്. കാർമേഘം മൂടിയിരിക്കരുത്. ആരും നല്ല സന്തോഷത്തിലിരിക്കണം. നമ്മുടെ പാടത്ത് മട വീണതുപോലെ ആരും എന്തു ചെയ്യരുത്? ഇരിക്കരുത്. നമ്മെപ്പോലെ നന്മ ലഭിച്ചവർ ഈ ഭൂതലത്തിൽ ആരാ ഉള്ളത്? നമ്മെപ്പോലെ നന്മ ലഭിച്ചവർ ഈ ഭൂതലത്തിൽ ആരാ ഉള്ളത്? ദൈവത്തിന് സ്തോത്രം. എന്തോ വലിയൊരു ഭാഗ്യ പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നിത്യജീവൻ. അത് മാത്രം മതി. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ കർത്താവിൻ്റെ ദാർശനിലൂടെ കേട്ടില്ലേ? ആ ശമര്യക്കാരി സ്ത്രീയുടെ അടുത്ത് കർത്താവ് ചെന്നു. അവളോട് കർത്താവ് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പകലുള്ളിടത്തോളം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വചന നിമിത്തം അവൾ നിത്യജീവങ്കിലേക്ക് ഹല്ലേലൂയ പൊങ്ങുന്ന നീരുറവ ദൈവം അവളിൽ തുറന്നു കൊടുത്തു. സ്തോത്രം. അവൾ മുഖാന്തരമായ ഒരു ശമരിയ പട്ടണം മുഴുവൻ കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, സ്തോത്രം. ശമര്യക്കാരി സ്ത്രീ യഹൂദനുമായിട്ട് എന്താ ബന്ധം? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ അനുഭവമൊക്കെ എല്ലാവർക്കും അറിയാം. യേശു അവളെ വിവേചിച്ചപ്പോൾ യേശു പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല. അവൾ കർത്താവിന് മുമ്പിൽ കംപ്ലീറ്റ് സറണ്ടറായി തീർന്നു. നീ പ്രവാചകൻ, നീയാണ് ദൈവം, നീയാണ് വലിയവൻ, നീ അല്ലാതെ ഇനി ഒരു രക്ഷിതാവില്ല. അവൾ അവിടെ ഏറ്റെടുത്തു, വിശ്വസിച്ചു. ഏറ്റെടുത്തുകൊണ്ട് അവൾ പിന്നെ എന്താ ചെയ്തെന്നറിയാവോ? ആ കിണറ്റിൻ്റെ കരയെ കിടന്ന് വട്ടം കറങ്ങുകയല്ലായിരുന്നു. പിന്നെ ഒന്ന് പറഞ്ഞേ അറിയാവുന്നവർ. അവളെന്തോ ചെയ്തു അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. അവൾ സുവിശേഷവുമായി കാൽഗറി പട്ടണം മുഴുവൻ ഓടി നടന്നു. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ആത്മഭാരം ഉള്ള ഒരു ഹൃദയം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, ഈ കാൽഗറി മുഴുവൻ ജോലിയോടുള്ള ബന്ധത്തിൽ ജോലി ചെയ്തതിന് ശേഷം ലഭിക്കുന്ന സമയം സുവിശേഷവുമായി എന്ത് ചെയ്യണം? ഓടി നടക്കണം. എൻ്റെ സബ്ജക്റ്റ് അല്ല, കർത്താവിൻ്റെ ദാസനത് തൊട്ടതുകൊണ്ട് ഞാനത് പറയും. എനിക്ക് വലിയ ഇഷ്ടമാണ്. കാര്യം ഈ പാപിനിയായ സ്ത്രീ ദൈവമുള്ളവളായി തീർന്നപ്പോൾ അവൾ ഒരു ദേശത്തെ മുഴുവൻ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം അവളെ കൊണ്ട് സാധിച്ചെങ്കിൽ അതിനേക്കാൾ എത്ര ശ്രേഷ്ഠന്മാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. എത്ര കഴിവും പ്രാപ്തിയുമുള്ളവരാ നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ആത്മഭാരമുള്ള ഹൃദയത്തോടെ നമുക്ക് ഓടി നടക്കാം. അനേകരെ ഇനിയും ഈ സഭയിലേക്ക് കൂട്ടി വരുത്തണം. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ആയുസ്സിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അതാ. ഈ യെശയ്യാ പ്രവചനം നമ്മൾ 43-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതോടൊന്ന് വായിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ആരാധനയിലിരിക്കുന്നതുകൊണ്ട് പണ്ടുള്ള കാര്യങ്ങളൊന്നും ഓർക്കണ്ട, പണ്ട് നമ്മൾ അനുഭവിച്ചതായ കാര്യങ്ങളൊന്നും ഓർക്കേണ്ട, മുമ്പുള്ളവയെ ഓർക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇവിടുന്ന് ദൈവത്തെ ആരാധന ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പുതിയതൊന്ന് ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോവുകയാണ്. അവിടെ പറയുകയാണ്, അതിപ്പോൾ തന്നെ ഉത്ഭവിക്കുന്നു, ഉത്ഭവിച്ചിരിക്കുന്നു എന്നാ. ദൈവത്തിൻ്റെ സ്തോത്രം. അതിപ്പോൾ തന്നെ ഉത്ഭവിച്ചിരിക്കുന്നു, പുതിയതൊന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്യുവാൻ പോകുന്നു. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം മറുപടിയുമായി വന്നിരിക്കുക. സ്തോത്രം. അവൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ പുതിയത് തന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന്മേൽ ദൈവത്തിന് സ്തോത്രം ഈ രക്ഷിതാവായി ദൈവം പ്രവർത്തിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ തന്നെ ഉത്ഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി മറുപടി ഇപ്പോൾ തന്നെ ഇവിടെ ആരംഭിച്ചിരിക്കുക, ഉത്ഭവിച്ചിരിക്കുക. വിശ്വസിക്കുന്ന ഹൃദയത്തിലേക്ക് അത് വന്ന് കയറും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ നമുക്കാർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അവൾ വിശ്വസിക്കണം. അതാണ് ശമര്യക്കാരി സ്ത്രീ. അവൾ വിശ്വസിച്ചു. അവൾ വിശ്വസിച്ചത് നാട് നീളം പറഞ്ഞ് നടന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവരെല്ലാം അത് കേട്ടവരെല്ലാം വിശ്വസിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഒടുവിൽ അവൾ പറയുന്നുണ്ട്, ഇനി നിൻ്റെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട, സാക്ഷ്യം വേണ്ട. നീ പറയുന്ന സാക്ഷാൽ രക്ഷിതാവായ ദൈവം ഞങ്ങൾക്കെല്ലാം പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ഞങ്ങളോടെല്ലാവരും സംസാരിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പുതിയതൊന്ന് ദൈവം ചെയ്യും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു, എത്രയോ നന്മകൾ ദൈവം ചെയ്തു. സ്തോത്രം. നമുക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. മൗനമായിരിക്കാതെ അവന് സ്തുതി പാടണം. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠകരമായ നിലയിൽ ദൈവം നമ്മെ നടത്തി. ഹല്ലേലൂയ. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും.
ഇനി കുറച്ച് കാലം കഴിഞ്ഞല്ല, ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്കാണ്. നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി പുതിയതൊന്ന് ഞാൻ ചെയ്യും, നിങ്ങളത് അറിയുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഇവിടെ താഴെ നമ്മളോട് പറയുക, അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് ഒരു നദികളും ഉണ്ടാക്കും. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ ദൈവം വഴിയൊരുക്കുന്ന ദൈവം, നിർജ്ജന പ്രദേശത്ത് ഹല്ലേലൂയ നദികളെ പുറപ്പെടുവിക്കുന്ന ദൈവം. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും എന്തല്ല, ഒന്ന് പറഞ്ഞേ എല്ലാവരും കൂടെ ചുണയോടെ, നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. ഏറ്റവും വലിയ പ്രയർ വാരിയർ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഹാഗാർ തൻ്റെ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഒരു മാതാവിൻ്റെ പ്രാർത്ഥന. നമുക്ക് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. മാതാക്കളും പിതാക്കളുമായിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം, സ്തോത്രം. ഹാഗാർ 4000 വർഷങ്ങൾക്ക് മുമ്പ് ആ മരുഭൂമിയിൽ ഒന്നിനും സാധ്യമല്ലാത്ത സ്ഥലത്ത് ദൈവത്തിന് സ്തോത്രം, ദൈവം മുമ്പാകെ ഹാഗാറും പൈതലും എന്ത് ചെയ്തു? വാവിട്ട് കരഞ്ഞു, നൊന്തു നീറി അലറി കരഞ്ഞു പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുത്തു, ഹാഗാറെ നിനക്കെന്ത്, നീ കണ്ണു തുറക്ക്. അവൾ കണ്ണു തുറന്നപ്പോൾ കണ്ടത് എന്തുവാ? അത് പറഞ്ഞേ, എന്തുവാ കണ്ടത്? ഒരു നീരുറവ. അബ്രഹാം കൊടുത്തു വിട്ടത് എന്തൊക്കെയാ? ഒരപ്പവും ഒരു തുരുത്തി വെള്ളവും. മനുഷ്യൻ ഇത്രയൊക്കെ തരുവുള്ളൂ കേട്ടോ. മനുഷ്യൻ തരുന്നതിന് അളവുണ്ട്, കണക്കുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവം തരുന്നതിനൊന്ന് പറഞ്ഞേ, ഒരളവുമില്ല. അളവില്ലാതെ വണ്ണം തരുന്നൊരു ദൈവം, സമൃദ്ധിയായി തരുന്നൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മരുഭൂമിയിൽ ഒരു നദിയെ പുറപ്പെടുവിച്ച് തരുന്ന ദൈവം. ഹല്ലേലൂയ. നിർജ്ജന പ്രദേശത്ത് നദി, മരുഭൂമിയിൽ പെരുവഴി ഒരുക്കുന്ന ദൈവം. നമുക്ക് വേണ്ടി പെരുവഴി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുക. നിങ്ങൾ വിശ്വസിച്ച് സ്തോത്രം ചെയ്താൽ മതി. ഇന്ന് തന്നെ ദൈവം നിങ്ങൾക്ക് പുതിയതൊന്ന് ചെയ്യും. ഹല്ലേലൂയ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരനുഗ്രഹിക്കപ്പെട്ട ജോലി ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക. നിങ്ങളത് വിശ്വസിച്ച് സ്തോത്രം ചെയ്താൽ മതി. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ദൈവം അന്യായിക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് സ്തോത്രം ശമൂവേലിനെ കൊടുത്തതുപോലെ ദൈവം നിങ്ങൾക്ക് തലമുറകളെ തന്നു മാനിക്കാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. ഒരു പൈതലിന് വേണ്ടി അന്ന കരഞ്ഞുവെങ്കിൽ അവർക്ക് 5 പൈതലിനെ ദൈവം കൊടുത്തു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, വിശ്വസിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ഈ സഭായോഗത്തിൽ വീണ്ടും നമുക്കൊന്നുകൂടെ മനസ്സിലാക്കി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത് ഈ കർത്താവ് പുതിയതൊന്ന് ചെയ്യുവാൻ പോവുകയാണ്. അതിപ്പോൾ തന്നെ ഉത്ഭവിക്കുക. വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഉറക്കെ ഒരു സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നത്തിങ് ഈസ് ടു ഡിഫിക്കൽട്ട് ഫോർ ഹി. ഹല്ലേലൂയ. നത്തിങ് ഈസ് ടു ഡിഫിക്കൽട്ട് ഫോർ ദീ. ഹല്ലേലൂയ. അവനൊരു കാര്യവും അസാധ്യമല്ല. അവന് കഴിയാത്തൊരു കാര്യവുമില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അത് ഉത്ഭവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് നാളത്തേക്ക് മാറ്റിവെക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഞാൻ ഇന്നും അനന്യൻ, ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. എന്നെ പ്രവർത്തിക്കാതിരിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. യോബ് കണ്ടുപിടിച്ച കാര്യം അതാ, ദൈവമേ നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് എടുത്ത് വായിച്ചേ. അടുത്ത ആൾ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 21 എടുത്ത് വായിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കോസ് 3:8. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
അബ്രഹാമിനെ ഈ കല്ലുകളിൽ നിന്ന് മക്കളെ എന്തു ചെയ്യും? ഉളവാക്കാൻ കഴിയും. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് തലമുറകളെ തരുന്നതിന് വല്ല പ്രയാസമുണ്ടോ? എന്തെങ്കിലും ഒരു നന്മ ദൈവത്തിന് തരുന്നതിന് വല്ല പ്രയാസമുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ കേട്ടില്ലേ? ഹല്ലേലൂയ. നിർജ്ജന പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥലമാണ്. നിന്നെക്കൊണ്ട് നിർജ്ജന പ്രദേശത്താണ് ദൈവം ഇട്ടിരിക്കുന്നെങ്കിലും, ഞങ്ങളുടെ ചേർത്തലയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു നിർജ്ജന പ്രദേശം തന്നെ ഇവിടെ ഇഷ്ടം പോലെ ജനമുണ്ട്. എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന നിർജ്ജനമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പ്രവർത്തിച്ചിട്ടൊന്നും ഒരു റിസൾട്ട് കാണാത്ത സ്ഥലം. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അടിയങ്ങൾ അവിടെ നിൽക്കുക. എനിക്ക് മുമ്പായി അപ്പോയിൻ്റ് ചെയ്ത ദൈവദാസന്മാർ പലരും അവിടുന്ന് 1 വർഷം കൊണ്ട് തന്നെ എല്ലാവരും പരിപാടി അവസാനിപ്പിച്ചു പോയി. എന്നാൽ ഞങ്ങൾ പിടിച്ചു നിൽക്കുക വിശ്വാസത്തോടെ. എന്നില്ലെങ്കിൽ നാളെ കുമ്പനാട് പോലെ ദൈവത്തിന് സ്തോത്രം, മല്ലപ്പള്ളി പോലെ, ഹല്ലേലൂയ, ആലപ്പുഴ പോലെ ദൈവത്തിന് സ്തോത്രം, തിരുവല്ല പോലെ ഒരു സെൻ്ററാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയും. ഇവിടെ പറഞ്ഞത് കേട്ടോ, അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. അസാധ്യമല്ല, കഴിയും. നമ്മുടെ ദൈവം എല്ലാത്തിനും ശക്തൻ, പ്രാപ്തൻ എന്നുള്ളതാണ് എൻ്റെ വിഷയം. ദൈവത്തിന് സ്തോത്രം. ഈ കല്ലുകളിൽ നിന്ന് സന്തതി ഉളവാകട്ടെ എന്ന് പറയുമ്പോൾ ഉളവാക്കാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. സ്തോത്രം. നമുക്ക് വേണ്ടതായ ചില ക്വാളിഫിക്കേഷനാണ് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പൂർണ്ണമായി ഉറച്ച അബ്രഹാമും സാറയും പൂർണ്ണമായി വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തൻ എന്ന് പൂർണ്ണമായ ഒരു ഉറപ്പ് നമുക്ക് വന്നാൽ മാത്രം മതി. എത്രയോ വാഗ്ദത്തങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോഴും ഞാനും പാസ്റ്ററുമൊക്കെ ഇവിടെ പ്രസംഗിച്ചത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങളാണ്. ഹല്ലേലൂയ. അവൻ ഏൽപ്പിച്ച പ്രവൃത്തി നമ്മൾ ചെയ്ത് തികയ്ക്കുന്നത് നമ്മുടെ ആഹാരമാണ്. അപ്പോൾ എല്ലാ വാഗ്ദത്തങ്ങളും വന്ന് ചേരും നമ്മുടെ കൂടെ. ഹല്ലേലൂയ. അബ്രഹാമും സാറയും പറഞ്ഞു, അവരുടെ പ്രായാധിക്യത്തിലും അവർ പറയുക, 75-ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ വിശ്വാസമാണ്. അവരുടെ പ്രായാധിക്യത്തിലും അവർ പറയുകയാണ്, ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ദൈവം ആരാണ് എന്ന് പറഞ്ഞ് വിശ്വസ്തനാണ്. ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ദൈവം അത് പ്രവർത്തിച്ചു തരുവാൻ പ്രാപ്തനാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, അവരാശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറഞ്ഞ്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം. 99 പേരും ചിലപ്പം നമ്മളോട് പറഞ്ഞെന്നിരിക്കും, നിൻ്റെ ആ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ, നിനക്കതൊന്നും ലഭിക്കത്തില്ല, നീ രക്ഷപ്പെടത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ നേരെ തിരിച്ചങ്ങ് പറഞ്ഞോണം. അബ്രഹാം അതാ പറഞ്ഞത്. അവൻ ആശയ്ക്ക് വിരോധമായി 100-ാമത്തെ വയസ്സിൽ പറയുക, ആശയ്ക്ക് വിരോധമായി. എങ്ങനെയാണ് വിശ്വസിച്ചത്? ആശയോടെ വിശ്വസിക്കുന്നു. നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിക്കാൻ പോകുകയാണ്. അതെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ സ്തോത്രം. ഇച്ചിരി സമയം പോയതായാലും വൈകിയാലും ആമോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സമയം അല്പം വൈകിയാലും അത് വരും നിശ്ചയം. ഹല്ലേലൂയ. അത് വരും നിശ്ചയം. അത് വരുന്നിടം വരെയും വിശ്വാസത്തിൽ ഉറച്ചു നിന്നേച്ചാൽ മതി. നമ്മുടെ വിശ്വാസം ജ്വലിച്ച് പ്രകാശിക്കണം. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം. ദൈവം ഞങ്ങൾക്കത് ചെയ്തു തരുവാൻ പ്രാപ്തനെന്ന് അവർ ഉറച്ചു. വിശ്വാസത്തിൽ അവർ ഉറച്ചു. ഹല്ലേലൂയ. 3-ാമതൊരു പദം കൂടെ പറയുന്നുണ്ട്. അബ്രഹാമും സാറയും വിശ്വാസത്തിൽ എന്ത് ചെയ്തില്ല? ക്ഷീണിച്ചില്ല. നമുക്ക് ഈ 3 പദം എപ്പോഴും വേണം. നമ്മുടെ വിശ്വാസം എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഹല്ലേലൂയ. ദൈവം ജോലി തന്നതിനായി സ്തോത്രം ചെയ്യണം. ദൈവം നല്ലൊരു ഭവനം ഈ പട്ടണത്തിൽ തന്നതിനായി സ്തോത്രം ചെയ്യണം. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കുമെന്ന വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. എൻ്റെ മാതാപിതാക്കളെയെല്ലാം ദൈവം പരിപാലിക്കുമെന്ന് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യണം. എൻ്റെ രോഗം സർജറി ഇല്ലാതെ ദൈവം സൗഖ്യമാക്കും. അവൻ്റെ വചനമായി എന്നെ എന്ത് ചെയ്യും? എൻ്റെ ദൈവം സൗഖ്യമാക്കുമെന്ന് നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറഞ്ഞേച്ചാൽ മതി. സ്തോത്രം. ഈ 3 പദം മറക്കരുത്. ഹല്ലേലൂയ. ആശയ്ക്ക് വിരോധമായി അബ്രഹാം എന്ത് ചെയ്തു? ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അവർ ശക്തമായി എന്ത് ചെയ്തു? ശക്തമായി അവർ ഉറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു.
എഫേസ്യർ 3:20 നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. എഫേസ്യർ 3:20 എന്തുവാ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ശക്തി നമ്മളിലുണ്ട്. ആ ശക്തിയുടെ പേരെന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്രയും വലിയ ശക്തിയുള്ള ശക്തി എവിടെ ഇത് ഒളിപ്പിച്ച് ദൈവം വെച്ചിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ തന്നെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. ശക്തിയുള്ളവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവത്തിനൊരു മഹത്വം കൊടുത്ത് ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ ദൈവം എന്ത് ചെയ്തിരിക്കുക? ദൈവം സ്ഥാപിച്ചിരിക്കുക, പുട്ടപ്പ് ചെയ്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ അത്യന്ത ശക്തി. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തിയാൽ നീ ഒന്ന് നിറഞ്ഞു കവിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. ഹല്ലേലൂയ. ഞാൻ ചിലപ്പം പറയും, നിങ്ങൾ ഉപവസിച്ചിട്ടുണ്ടോ അത്യന്ത ശക്തിയാൽ നിറയുവാൻ? നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ള പല കാര്യത്തിനു വേണ്ടി എന്ത് ചെയ്യും? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ ഈ അത്യന്ത ശക്തി, കർത്താവേ നീ എൻ്റെ മേലൊന്ന് പകർന്നു തന്നെങ്കിലേ എനിക്ക് അടുത്ത സ്റ്റെപ്പ് പോകാൻ കഴിയത്തുള്ളൂ. നീ എന്നെ നിറച്ചേ മതിയാവൂ കർത്താവേ. ഹല്ലേലൂയ. 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 നരിയാണിയോളമല്ല കർത്താവേ, മുട്ടോളമല്ല കർത്താവേ, അരയോളമല്ല കർത്താവേ, പിന്നെ എവിടെ വരെയാണ്? നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മപ്രവാഹത്തിലേക്ക് നീ എന്നെ നയിക്കണമേ. സ്തോത്രം, സ്തോത്രം. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത സ്ഥിതിയിൽ പരിശുദ്ധാത്മാവിൽ നമ്മളായി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഇഷ്ടമല്ല നമ്മളെ നയിക്കുന്നതാണോ? ആണോ? അല്ല, പിന്നെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയിൽ കൂടെ നമ്മൾ പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ താഴോട്ട് നോക്കുന്ന സമയം ഇവിടെ വരെ പോകുന്നെന്നുള്ള സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. ഹല്ലേലൂയ. ഈ ശക്തി പ്രാപിക്കാത്തവർ എന്ത് ചെയ്തോണം? ഈ അത്യന്ത ശക്തി പ്രാപിച്ചോണം. മൺകൂടാരത്തിലേക്ക്, ആഗ്രഹിക്കുന്ന ജീവിതങ്ങളുടെ അടുത്തേക്ക്, സ്വർഗീയ പറുദീസയിൽ നിന്നാണ് ഈ നദി ഒഴുകി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആരാഗ്രഹിക്കുന്നോ, അവരുടെ വീടിൻ്റെ വലിപ്പം കുറവോ, അവരെവിടെ ഇരിക്കുന്നതെന്നോ ദൈവത്തിന് വിഷയമല്ല. നിൻ്റെ ആഗ്രഹത്തിനാ കാരണം. നീ എവിടെ ആഗ്രഹിക്കുന്നോ ആഗ്രഹിക്കുന്നവരുടെ ഉള്ളത്തിലേക്ക് സ്വർഗീയ പ്രതീക്ഷയിൽ നിന്ന് ഈ നദി എന്ത് ചെയ്യുക? സിംഹാസനത്തിൻ്റെ അടിയിൽ നിന്ന് അതൊഴുകി നിൻ്റെ അടുത്തേക്ക് വരികയാണ്. സ്തോത്രം. നിൻ്റെ അടുത്തേക്ക് ഒഴുകി വരികയാണ്. ഈ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവത്തെ കൊണ്ട് നമുക്ക് സകലതും അവൻ സാധിപ്പിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. സകലതും നമുക്ക് ചെയ്തു തരുവാൻ ഈ ദൈവം മതിയായ ദൈവമാകയാൽ നമ്മുടെ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. വീണ്ടും നമുക്ക് സ്തുതിക്കാം. എബ്രായർ 7:25. ഹല്ലേലൂയ. നമുക്ക് അവിടെ ഒരു വാക്യം കാണാം. പെട്ടെന്ന് വായിച്ചാൽ യൂദ 24 വായിച്ച് എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എബ്രായർ 7:25. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ. ഓ ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ എല്ലാവരും കൂടെ. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ നമ്മുടെ ദൈവം ആരാ? പ്രാപ്തനാണ്. ഹല്ലേലൂയ. തന്നോട് അടുക്കുന്നവർക്ക് വേണ്ടി. ഈ ദൈവത്തോട് ആരടുത്ത് വരുന്നോ അവർക്ക് വേണ്ടി, തന്നോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ പ്രവർത്തിപ്പാൻ. ഹല്ലേലൂയ. കർത്താവിനെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനായ ഈ ദൈവം ഹല്ലേലൂയ സദാ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സകലത്തിൽ നിന്നും രക്ഷിപ്പാൻ ഈ ദൈവം ആരാണ്? പ്രാപ്തനായൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഈ കർത്താവാണ് നമ്മോട് കൂടെ നടക്കുന്നത്. യൂദ 24 നമ്മൾ എന്താ വായിക്കുന്നത്? വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് അവൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തേണ്ടതിനെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നിച്ച് പറയാം. വീഴാതെ വണ്ണം അവൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി അവൻ നമ്മെ ആനന്ദത്തോടെ നിർത്തുവാൻ
നമ്മുടെ ദൈവം ഹല്ലേലൂയ ആഗ്രഹിക്കുക. സ്തോത്രം. നമ്മെ അങ്ങനെ ദൈവം നിർത്തി പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. ഈ ദൈവം നമ്മളെ രക്ഷിപ്പാൻ എല്ലാത്തിനും പ്രാപ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കാം. നമുക്ക് ദൈവത്തോടൊന്നുകൂടെ അടുത്തു വരാം. ഹല്ലേലൂയ. അത്യന്ത ശക്തിയാൽ നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. 10-25 കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടല്ലോ, അവരൊന്ന് സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആ കുഞ്ഞുങ്ങളോടെല്ലാം മാതാപിതാക്കൾ പറയണം, അവരോട് നിങ്ങൾ കൂടെ പറയേണ്ട ഒരു കാര്യമാണ്, ഈ അത്യന്ത ശക്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നിറയുവാൻ നിങ്ങൾ അവർക്ക് ക്ലാസ് എടുക്കണം. അവർ നിറഞ്ഞു കഴിഞ്ഞാൽ അവരാരാ പിന്നെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ പോലെ ഭൂലോകത്തെ കീഴ്മേൽ മറിപ്പാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ശക്തരായ തലമുറകളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ. അതിനുള്ള കോച്ചിങ് നിങ്ങൾ കൊടുക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവമേ, നിനക്ക് സകലതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ മറക്കാതെ പ്രാർത്ഥിക്കണം. ചേർത്തല മറക്കല്ലേ, പ്രാർത്ഥിക്കണം. എനിക്ക് നിങ്ങളുടെ കൊയറിൻ്റെ പാട്ടുമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. തുടർന്ന് നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കി ഒരുക്കുന്നു. താമരദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.